നമ്മെ തന്നെ സമർപ്പിക്കുവാനും സർവശക്തനായ ദൈവം ചൊരിഞ്ഞു തന്ന എല്ലാ നന്മകളെയും ഓർത്ത് അവിടുത്തെ സ്തുതിപ്പാനും ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച നീതീകരണം പ്രാപിപ്പാനും ശാശ്വതമായ പരിഹാരം ലഭിപ്പാനും നമ്മെ തന്നെ ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ബോധങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളുമെല്ലാം അവിടുത്തെ സന്നിധിയിൽ തന്നെ ആയിരിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകം ശ്രദ്ധ വെക്കാം. പല കാര്യങ്ങളിലേക്ക് ചാഞ്ചാടുവാൻ സാധ്യതയുള്ള മനസ്സിനെ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ദൈവമായ കർത്താവേ, ഒരു ബുധനാഴ്ച കൂടെ അവിടുത്തെ ആലയത്തിൽ ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. ദൈവമേ, ശുദ്ധിമതിയായ മാതാവിൻ്റെ ഭാരതത്തിൻ്റെ അപ്പോസ്തലനും ഈ ഇടവകയുടെ കാവൽപിതാവുമായിരിക്കുന്ന പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെയും പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരന്റെയും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെയും ഈ ഇടവകയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ മൂന്നാം മാർത്തോമാ പിതാവിൻ്റെ സംയുക്തമായുള്ള മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നടത്തുന്ന ഈ ധ്യാന യോഗത്തിൽ ദൈവമേ, കാലാവസ്ഥ പ്രതികൂലമായിട്ട് കൂടെ ഇത്രയും ആൾക്കാർ വന്ന് സംബന്ധിക്കുന്നു എന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമായ കർത്താവേ, ജീവിതത്തിൽ ഇതുവരെ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തി തളർന്ന താളടിയായി തീരേണ്ടതായ സന്ദർഭത്തിൽ ഓരോരോ സാഹചര്യങ്ങളിൽ ഒക്കെ അവിടുത്തെ അദൃശ്യമായ കൈത്താങ്ങൽ അനുഭവിച്ചറിയാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചു. ദൈവമായ കർത്താവേ, ജീവിതത്തിൽ ഞങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുള്ള പോരായ്മകളെ അവിടുന്ന് ഗൗരവമായിട്ട് പരിഗണിക്കരുതേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുറവുകളും പിഴവുകളും ഇല്ലാതെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, എത്രയോ അനുഗ്രഹങ്ങൾ അവിടുന്ന് ചൊരിഞ്ഞു തന്നു. രോഗാതുരായി കഴിയുന്ന എത്രയോ ആൾക്കാർക്ക് അവിടുന്ന് സൗഖ്യം നൽകി. വിവാഹപ്രായമെത്തിയിട്ട് കർത്താവെ, ശരിയായ വിവാഹ ബന്ധങ്ങൾ വരാതെ ബുദ്ധിമുട്ടിയവർക്ക് വേണ്ടി ഞങ്ങൾ തിരുസന്നിധിയിൽ യാചിച്ചു. കർത്താവെ, പരിഹാരം അവിടുന്ന് നൽകി. ഓരോ പരീക്ഷകൾ എഴുതിയിട്ട് നല്ല റിസൾട്ടിന് വേണ്ടി ദൈവമേ, ഈ വിശുദ്ധന്മാരുടെ എല്ലാം ശുദ്ധിമതിയായ മാതാവിൻ്റെ ഉൾപ്പെടെ ദൈവമേ, മധ്യസ്ഥര അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് ദൈവ തിരുസന്നിധിയെ യാചിച്ചു. ദൈവമേ, എല്ലാ യാചനകളും അവിടുന്ന് കേട്ടു. മാരകമാകാമായിരുന്ന രോഗങ്ങളിൽ നിന്ന് കർത്താവെ പൂർണ്ണമായി വിടുതൽ നൽകി അവിടുന്ന് സഹായിച്ചു. എത്രയോ ആൾക്കാരുടെ നൊമ്പരങ്ങളെ ദൈവമേ അവിടുന്ന് ഏറ്റുവാങ്ങി ആശ്വാസത്തിൻ്റെ ആ തുറമുഖത്ത് അവരെ അവിടുന്ന് പാർപ്പിച്ചു. ദൈവമേ, പ്രതിസന്ധികളാകുന്ന കാറ്റും കോളും കൊണ്ട് ജീവിതമാകുന്ന പടക ആടി ഉലയുന്ന സന്ദർഭങ്ങൾ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കാറ്റിന്മേൽ കടലിന്മേൽ ശക്തിയുള്ള കർത്താവ് ദൈവമേ, പടകിനെ നിയന്ത്രിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതമാകുന്ന പടക തകർന്ന് താളടിയായി തീരാതിരിക്കാൻ തക്കവണ്ണം ദൈവമേ, അവിടുത്തെ അദൃശ്യമായ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചു. ഇത്രത്തോളം നിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ഇത്രത്തോളം ഞങ്ങളെ നിർത്തി, ഇത്രത്തോളം അനുഗ്രഹിച്ചു. നന്ദി സൂചകമായിട്ട് ദൈവ തിരുസന്നിധി ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നുള്ള ഗീതം ആലപിച്ചുകൊണ്ട് ദൈവമേ, വിവിധ വിഷയങ്ങൾ ദൈവ തിരുസന്നിധിയിൽ അർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവമേ, അല്പസമയം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ചെലവിടുകയാണ്. ഇതൊരു പാഴ്ചെലവായിട്ട് മാറരുതേ കർത്താവേ. ഞങ്ങളുടെ സമയം വൃഥാ കളഞ്ഞു എന്ന് ചിന്തിക്കാനിടയാകരുതേ. ദൈവമേ, നീറുന്ന ആ നൊമ്പരങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഏറെ ആശ്വാസം നേടി
ദൈവമേ ദൈവമേ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ നിന്ന് നന്മകൾ സ്വീകരിച്ച് ഏറെ ആശ്വാസത്തോടെ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവമേ കൃപ ചൊരിയണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന ഗീതത്തിന്റെ 12 ഈരടികൾ നമുക്ക് ഒരുമിച്ച് ദൈവതിരുസന്നിധിയിൽ ആലപിക്കുകയും ചെയ്യും. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്ന് പാടും ദൂതമതി ആകുപാടും ചിത്തരും, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്ന് പാടും ദൂതമതി ആകുപാടും ചിത്തരും, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവമെന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്ന എല്ലാ നന്മകളെയും ഓർത്ത് അവിടുത്തെ സ്തുതിച്ചു. കർത്താവേ, ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ നിന്റെ സന്നിധിയെ ഞങ്ങൾ സമർപ്പിക്കുക. യേശുവേ, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്നപേക്ഷിച്ച കുരുടനെ നോക്കി സൗഖ്യം കൊടുത്തവനാണ് അവിടുന്ന് എന്ന് നല്ലവണ്ണം ഞങ്ങൾ അറിയുന്നു. അവൻ്റെ നിലവിളിക്ക് മുൻപിൽ അവിടുന്ന് നിന്ന് ദൈവമേ അവൻ്റെ ജീവിത വിഷയത്തിന് പ്രശ്നത്തിന് പരിഹാരം നൽകിയവനാണ്. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളുടെ സൂചനയായി ചിത്രീകരിക്കപ്പെടുന്ന കുഷ്ഠരോഗിയായ മനുഷ്യർ കർത്താവെ അവിടുന്ന് തൊട്ട് സൗഖ്യം കൊടുത്തു എന്ന് ഞങ്ങൾ വായിക്കുന്നു. ദൈവമേ ദൈവമേ, 38 സംവത്സരം കിടക്ക മാത്രം ശരണമായിരുന്ന മനുഷ്യന്, ബഥസ്ദാ കുളത്തിന്റെ കരയിൽ കഴിഞ്ഞ മനുഷ്യന് അവൻ കിടക്കയെടുത്ത് നടപ്പാൻ തക്കവണ്ണം പ്രാപ്തനാക്കിയത് അവിടുന്ന്. രുചിയും ഗുണമില്ലാത്ത പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ രൂപാന്തരപ്പെടുത്തുന്ന ശബ്ദവും ശക്തിയും ഇന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒട്ടും നിവർത്തിയില്ലാതിരുന്ന കൂനിയായ സ്ത്രീക്ക് കർത്താവെ സൗഖ്യം കൊടുത്തവനാണ് അവിടുന്ന് എന്ന് നല്ലവണ്ണം ഞങ്ങൾ അറിയുന്നു. അവിടുത്തെ സന്നിധിയിൽ മുട്ടിപ്പായി യാചിച്ച അവിടുന്ന് ഉത്തരം അറിയുമെന്ന് നല്ലവണ്ണം ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ബലഹീനദാസനാടിയങ്ങളോട് കരുണ കാണിക്കണമേ. യേശുവേ, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന അപേക്ഷിച്ച കുരുടനോടൊപ്പം കർത്താവെ കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയലായുസോൻ എന്നുള്ള ശക്തമായ നൈമിഷികമായ പ്രാർത്ഥന ദൈവതിരുസനെ ഞങ്ങൾ നല്ല ശബ്ദത്തിൽ ചൊല്ലുന്നു. കർത്താവെ,
സ്വർഗം കേട്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് അവിടുത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ തള്ളിക്കളയരുതേ കർത്താവേ. ഞങ്ങളുടെ ഈ അപേക്ഷ കേട്ട് ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ അധരങ്ങളിൽ നിന്നും നല്ല ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള എന്നുള്ള ആ ശക്തമായ പ്രാർത്ഥന, ആ ചെറിയ പ്രാർത്ഥന നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കാം.
ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ചൊരിഞ്ഞു തന്ന എല്ലാ നന്മകളെ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തി അവിടുത്തോട് ഞങ്ങൾ കരുണ യാചിച്ചു. അവിടുത്തെ കരുണയും കൃപയും ഞങ്ങളിൽ നിന്ന് നിരോധിച്ച് കളയരുതേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും സന്ധ്യാപ്രാർത്ഥനയെ ഞങ്ങൾ ചെല്ലാറുണ്ട്. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ എന്ന വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നതാണ് അവിടുത്തെ കരുണ. അർഹതയില്ലാത്തത് തമ്പുരാൻ ചൊരിഞ്ഞു തരുന്നതാണ് അവിടുത്തെ കൃപ. അവിടുത്തെ കൃപയും അവിടുത്തെ കരുണയും ഞങ്ങളിൽ നിന്ന് നിരോധിച്ച് കളയരുതേ എന്ന് അവിടുത്തോട് അപേക്ഷിക്കുന്നു. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, കുടുംബകാര്യങ്ങൾ ശരിയായിട്ട് ക്രമീകരിച്ചുവെങ്കിൽ, മക്കളെ നല്ല നിലയിലാക്കി തീർത്തുവെങ്കിൽ എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ദൈവകൃപ ഞങ്ങളിൽ നിന്ന് നിരോധിച്ച് കളയുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു കൂട്ടുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് മാറി പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം വീണു പോയിട്ടുണ്ടല്ലോ. ദൈവമേ, പ്രശ്നങ്ങളാകുന്ന അഗ്നി എൻ്റെ വെണ്ണീറായി തീരുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കരുതേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഈ ദേശത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. ഓരോരുത്തരും ഓരോരോ വിശ്വാസത്തിൽ ആയിരിക്കുന്നു. ആ വിശ്വാസം വ്യതികരിക്കണമെന്നോ അതിൽ നിന്ന് മടങ്ങി വരണമെന്നോ അല്ല, നല്ല മനുഷ്യരായി ജീവിക്കാൻ എല്ലാവരെയും അവിടുന്ന് പ്രേരിപ്പിക്കണമേ. നല്ല മനുഷ്യരായി ജീവിക്കാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഈ ദേശത്ത് ശാശ്വതമായ സമാധാനം എന്നും നിലനിൽപ്പാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ. ജാതീയ സംഘടനകളില്ല, വർഗീയ സംഘടനകളില്ല. എല്ലാവരും ഏറെ ഒത്തൊരുമയോടെ, ഏറെ സഹകരണത്തോടെ, പരസ്പര കരുതലോടെ ജീവിക്കുന്ന ഒരു ദേശമാണ്. ദൈവമേ, വർഗീയ വിപത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ, വർഗീയ വിഷത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ ആരെയും അവിടുന്ന് വിട്ടുകൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് പരസ്പരം കരുതി ഒരുമിച്ച് ഈശ്വര മഹത്വത്തിനായിട്ട് പ്രവർത്തിച്ചും ജീവിക്കാൻ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിൽ അരുളുന്ന പരിശുദ്ധ കത്തോലിക്ക ബാവ തിരുമേനിക്ക് വേണ്ടി, പരിശുദ്ധ എപ്പിസ്കോപ്പൽ സന്നദ്ധദോസിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോരോ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരിലും ഉണ്ടല്ലോ. ദീർഘവീക്ഷണത്തോടെ ദൈവമേ സഭയെ നയിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൊണ്ട് സഭയാകുന്ന നൗക ആടിയുരയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അവിടെയൊക്കെ ദിശാബോധത്തോടെ നയിപ്പാൻ തക്കവണ്ണം ശാന്തമായ ഒരു അനുഭവത്തിലേക്ക് സഭ നവകി എത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ പിതാക്കന്മാരെ അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്. നല്ല ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കർത്താവേ, കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ, നന്മകളാലെ ഞങ്ങൾ അവരെ എല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണമേ, നയിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവത്ര പോലത്തെ അഭിനയ അഭ്യന്തരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ട്. ഓരോരോ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല ആലോചനകളൊക്കെ സർവശക്തനായ ദൈവമേ നൽകി സഹായിക്കണമേ. ഒരിടത്തും പരാജയപ്പെട്ടു പോകാൻ ഇടയാകരുതേ. ഭദ്രാസന തലത്തിൽ ശാന്തമായ ഇടവുകൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ആരുടെയും കഴിവോ മിടുക്കോ അല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാണ്. ഒരിടവകയിലും ദൈവമേ പരിഹരിക്കാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങളിലേക്ക് പോകുവാൻ ഇടയാകരുത് എന്ന് പ്രത്യേകമാണ് പ്രാർത്ഥിക്കുന്നു. ഇടവകയെ നയിക്കുന്ന വികാരിമാരെ അവിടുന്ന് വാഴ്ത്തരണമേ. കർത്താവേ, അവസരത്തിനൊത്ത ഉയർന്ന ദൈവമേ ഏറെ നന്മയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ. കൃപയാൽ നിറയ്ക്കണമേ. ആപത്തനർത്ഥങ്ങളിൽ നിന്ന് എല്ലാവരെയും അവിടുന്ന് വിടുവിക്കണമേ. ഓരോരുത്തരിലും അർപ്പുതമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഈ ഇടവകയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഓഫീസ് സ്റ്റാഫ്, പള്ളിയുടെ ശുശ്രൂഷകർ, പ്രധാന ശുശ്രൂഷകർ, അവിടെ സഹായികളായിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അതോടൊപ്പം തന്നെ കെയർടേക്കറായി ശുശ്രൂഷിക്കുന്ന ആളുകൾ, എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോരോ വിഷയങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടല്ലോ കർത്താവേ. പ്രശ്നങ്ങളില്ലാത്ത അനുഭവങ്ങളല്ല, പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിനെ ആധാരമാക്കിയാണ് ജീവിതത്തിൻ്റെ വിജയമെന്ന് നല്ലവണ്ണം ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവേ, ഇടവുകളെ ചുറ്റാൻ പിടിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടെ ജീവിതത്തിൻ്റെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾക്ക് പരിഹാരം നൽകണമേ. കൃപയിൽ നിറയ്ക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഇടവകയിലെ ആത്മീക പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ഒന്നും മന്ദീഭവിച്ചു പോകാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും സജീവമായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. ഈ ബുധനാഴ്ച ധ്യാനത്തെ നിന്റെ സന്നിധി അവിടുത്തെ സന്നിധി സമർപ്പിക്കുന്നു. മാർത്തോമൻ ധ്യാനം ഏറെ ശക്തമായിട്ട് അനേകർക്ക് പ്രയോജനമുള്ളതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ബലഹീനദാസരാടിയങ്ങളെ ശക്തീകരിക്കണമേ. എല്ലാം അനുകൂലമാകുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നതിനേക്കാൾ ഇരട്ടി അനുഗ്രഹമാണ് ചുറ്റുപാടുകൾ മുഴുവൻ പ്രതികൂലമാകുമ്പോഴും എൻ്റെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. പ്രകൃതി കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമല്ല, പ്രതികൂലമായ കാലാവസ്ഥയാണ്. എങ്കിലും ആ കാലാവസ്ഥയൊക്കെ അവഗണിച്ച് ദൈവമേ, നിന്റെ മക്കൾ അവിടുത്തെ ആലയത്തിലേക്ക് വന്നു ചേർന്ന് അവിടെ ഹൃദയ നമ്പരങ്ങൾ, അവിടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ, അവിടെ ഭാരങ്ങൾ, സാമ്പത്തികമായ കടഭാരങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ എല്ലാം നിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കുന്നു. കർത്താവേ, നിന്റെ മക്കളോട് കരുണ കാണിക്കണമേ. ഇടവക അനുഗ്രഹിക്കണമേ. ഒരു വിഷയവും ഒരു പ്രശ്നവും ദൈവമേ രൂപപ്പെട്ടു വരുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സമന്വയത്തിൻ്റെ പാതയിലേക്ക് എല്ലാ വിഷയങ്ങളും എത്തിച്ച് ശാന്തമായിട്ട് ഇടവകയെ നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ശുശ്രൂഷയിൽ സഹകരിക്കുന്ന സംബന്ധിക്കുന്ന, പ്രത്യേകിച്ച് ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന, ഓർഗൻ കൈകാര്യം ചെയ്യുന്ന, ഗാനങ്ങൾ ആലപിച്ച് സഹായിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നുവല്ലോ. എൻ്റെ പൊന്നു തമ്പുരാനെ, അവിടുന്ന് കൂടെ ഇരിക്കണമേ. ദൈവമേ അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള താലന്തുകൾ ഭംഗിയായിട്ട് പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. കർത്താവ് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവ് ഇന്ന് നേർച്ച നടത്തുന്ന ആ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നുവല്ലോ. ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഈ നേർച്ച നടത്തുന്നുവോ അതൊക്കെ ദൈവമേ ദൈവതിരുസനയിൽ നിന്ന അതെല്ലാം അവർക്ക് നന്മയായിട്ട് ഭവിപ്പാൻ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുവാൻ, കൂടുതൽ നന്മയ്ക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാകുവാൻ
ദൈവമേ ആ കുടുംബത്തിനെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ എല്ലാ ഭവനങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവീകമല്ലാത്ത ഒന്നും വന്ന് ഭവിപ്പാൻ ഇടയാകരുതേ കർത്താവേ. മക്കളെക്കുറിച്ച് ഭാരപ്പെടുവാൻ മാതാപിതാക്കൾക്കിടയാക്കരുതേ. മാതാപിതാക്കളുടെ തിന്മപ്പെട്ട അനുഭവങ്ങളുടെ പേരിൽ ആരുടെയും മുൻപിൽ തലകുനിച്ച് നിൽക്കാൻ ഇടയാക്കരുതേ. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിൽ ശാശ്വതമായ സമാധാനം പുലരണമേ. ദൈവമേ, വരുമാന മാർഗങ്ങളെ പുഷ്ടിപ്പെടുത്തണമേ. സാമ്പത്തികമായി കടഭാരങ്ങളായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദൈവമേ, കടങ്ങൾ വീട്ടുവാൻ നിവൃത്തിയില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. ഓരോരോ മുഖാന്തരങ്ങൾ അവിടുന്ന് ഒരുക്കി എല്ലാറ്റിനും പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, സമാധാനത്തിന്റെ അനുഭവത്തിൽ കുടുംബങ്ങളെ എത്തിക്കണമേ. ഒരു ദുഷ്ടശക്തിയും ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആധിപത്യം പുലർത്താൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നന്മകളാൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ദൈവമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവഭവനങ്ങളായിട്ട് തീരണമേ. യഹോവയുടെ സ്തുതിഗീതങ്ങൾ കൊണ്ട് മുഖരിതമായി തീരുന്ന അനുഭവം കുടുംബതലത്തിൽ നൽകണമേ. ദൈവഭവനങ്ങളായിട്ട് തീരണമേ. ദൈവവചനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന കുടുംബങ്ങളായിട്ട് തീരണമേ. ജയമുള്ള സ്ലീബായാൽ സംരക്ഷിക്കപ്പെടുന്ന ഭവനങ്ങളാക്കി തീർക്കണമേ. കർത്താവേ, കർത്താവേ, പുരാതന ദൈവം എന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന് യോശുവ പറയുന്നത് പോലെ ദൈവമേ, ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരുമ്പോ, പ്രശ്നങ്ങളിൽ മുങ്ങിത്താഴുമെന്ന അനുഭവം വരുമ്പോ ഞങ്ങളെ താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ ശക്തമായ കരങ്ങളുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പേരുകൾ അവിടുത്തെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾ വായിക്കുന്നു. തമ്പുരാനെ അന്വേഷിക്കുന്നവരുടെ, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവരുടെ അവരുടെ പേരുകൾ അവിടെ ഉള്ളം കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പേരുകൾ അവിടുത്തെ ഉള്ളം കയ്യിൽ അവിടുന്ന് രേഖപ്പെടുത്തണമേ. അവിടുത്തെ കരവലയത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. തകർന്ന താളടിയായി തീരുവാൻ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവമേ, സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിൽ പഠനത്തിനുമായിട്ടൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോയിരിക്കുകയാണ്. ദൈവമേ, യാത്രയിലെല്ലാം അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ദൈവമേ, അപകടങ്ങളിൽ നിന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ. സഞ്ചരിക്കുന്ന വാഹനങ്ങളെ, എതിരെ വരുന്ന വാഹനങ്ങളെ, മറികടക്കുന്ന വാഹനങ്ങളെ അവിടുന്ന് നിയന്ത്രിച്ച് സുരക്ഷിതമായ യാത്ര നിന്റെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും അവിടുന്ന് നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദുഃഖിപ്പാൻ ഇടവരുത്തരുതേ. കർത്താവേ, ബാലാരിഷ്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കണമേ. ചെറിയ ക്ലാസുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ദൈവമേ, ഓരോരോ ശാരീരികമായ അസ്വസ്ഥതകൾ അവര് നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവമേ, ദൈവമേ, അവിടുന്ന് ആശ്വാസം കൊടുക്കണമേ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമേ. ഏറെ ഐശ്വര്യത്തോടെ, അനുഗ്രഹത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവമേ, ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗാതുരായി കഴിയുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ക്യാൻസർ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, മാരകമായ രോഗം, പൂർണ്ണമായ ആശ്വാസം ദൈവത്താൽ മാത്രമേ സാധ്യമാകൂ എന്ന് നല്ലവണ്ണം അറിയുന്നു. പൂർണ്ണമായ ആശ്വാസം കൊടുക്കണമേ കർത്താവേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, മനുഷ്യൻ കുഴഞ്ഞു വീണവൻ ഈ ലോകത്തോട് യാത്ര പറയുന്നത് ദൈവമേ ഒരു നിത്യകാഴ്ചയായിട്ട് മാറിയിരിക്കുന്നു. ദൈവമേ, ഹൃദയത്തിൻ്റെതായ വൈകല്യങ്ങൾ, ഹൃദയത്തിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം കൊടുക്കണമേ. ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഫലവത്തായി തീരണമേ. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, അസ്ഥി സംബന്ധമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ദൈവമേ, ഉദര സംബന്ധമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഗർഭപാത്ര സംബന്ധമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്.
ദൈവമേ ദൈവമേ പുറത്തു പറയുവാൻ കഴിയാതെ ദൈവമേ ഒരുപാട് രഹസ്യ രോഗങ്ങൾ വഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ദൈവമേ അകവും പുറവും അറിയുന്ന ദൈവമേ പൂർണ്ണമായ ആശ്വാസം എല്ലാവർക്കും നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ദൈവമേ, ലോകത്തിൻ്റെതായ പല സുഖങ്ങളും അവിടെ വെടിഞ്ഞുകൊണ്ട്, കുടുംബതലത്തിലുള്ള എല്ലാ സുഖങ്ങളും വെടിഞ്ഞുകൊണ്ട് ദൈവമേ കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി ദൂരസ്ഥലത്ത് പോയി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ജയമുള്ള സീവായാൽ എല്ലാവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും വിടുതൽ നൽകണമേ. ആപത്ത് അപകടങ്ങളിൽ നിന്നൊക്കെ അവിടുന്ന് വിടുതൽ നൽകണമേ. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണമേ. കൃപയിൽ പൊതിയണമേ. നന്മകളാൽ നിറയ്ക്കണമേ. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, എല്ലാ ഐശ്വര്യങ്ങൾ കൊണ്ടും ഏവരെ അവിടുന്ന് നിറയ്ക്കണമേ. ദൈവമേ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തോട് മാത്രമേ യാചിക്കുവാൻ കഴിയുള്ളൂ. ശുദ്ധിമതിയായ അമ്മയെ, കുടുംബജീവിതത്തിൻ്റെ എല്ലാ നന്മയും അനുഭവിച്ച് ജീവിച്ച ആ അമ്മയുടെ മധ്യസ്ഥയെ ഞങ്ങളും അനുഭവിക്കുന്നു. പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും കുരിശിന്റെ ചുവട്ടിൽ വരെ ദൈവമേ ഉലയാതെ, ദൈവമേ സമയത്തത വെടിയാതെ, സമനില തെറ്റാതെ നിന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് സന്തോഷങ്ങളും അതോടൊപ്പം തന്നെ ദുഃഖങ്ങളുമെല്ലാം ദൈവമേ തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് തമ്പുരാനോട് മറതിരിക്കാതെ ജീവിച്ച ആ അമ്മയോട് ദൈവമേ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങൾ യാചിക്കുന്നു. അതിൽ വൈദികരുണ്ട്, അവൈദികരുണ്ട്, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കണമേ. ശുദ്ധിമതിയായ അമ്മേ, ഞങ്ങളുടെ കുറവുകളെ ഓർത്ത് ദൈവമേ ദൈവതിരുസന്ന അനുഗ്രഹങ്ങൾ നിരോധിക്കപ്പെടുവാനിടയാകരുതേ. അമ്മയുടെ മുഖം ആദരിച്ച് ഞങ്ങളോട് ദൈവം കരുണ കാണിപ്പാനൊക്കെ വേണം. ദൈവമേ ദൈവതിരുസന്നിധി അമ്മയുടെ മധ്യസ്ഥത വിലയേറിയതായിട്ട് ഞങ്ങൾ കാണുന്നു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവതിരുസനെ അപേക്ഷിക്കുന്നത് നിർത്തിക്കളയരുതേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകാൻ തക്കവണ്ണം ദൈവമേ വിവാഹമോചന കേസുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദമ്പതികളുണ്ട്. ദൈവമേ, എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമേ ഒരു കക്ഷിയും എങ്ങനെയും അത് വിടർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മറുകക്ഷിയുമായിട്ട് പോകാൻ ആരെയും വിട്ടുകൊടുക്കരുതേ. ദൈവമായ കർത്താവേ, എങ്ങനെ ഓരോരുത്തരെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുമെന്ന് അറിയുന്ന ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കല്ലായുള്ള ഹൃദയങ്ങളെയൊക്കെ മാംസളമായ ഹൃദയമാക്കി മാറ്റുവാൻ തക്കവണ്ണം കെൽപ്പുള്ള സർവശക്തനായ ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ആകുലതകളും ഞങ്ങളുടെ നൊമ്പരങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, കുടുംബമായിട്ട് ദീർഘായുസോടെ ജീവിപ്പാൻ, പ്രശ്നങ്ങൾ പരിഹരിച്ച് എല്ലാം ഏറ്റുപറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നീ ധ്യാനത്തിനായിട്ട് വന്ന് ചേർന്നിരിക്കുന്ന നിന്റെ ദാസരെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. കാലാവസ്ഥ പ്രതികൂലമായിട്ട് കൂടെ എല്ലാറ്റിനെയും അവഗണിച്ച് ഈ ബുധനാഴ്ച ദിവസം എനിക്ക് വീട്ടിലിരിക്കാൻ ഒക്കുകയില്ല എന്നുള്ള ചിന്തയോടെ എനിക്ക് ആലയത്തിൽ വരണം, പ്രാർത്ഥിക്കണം, ധ്യാനത്തിൽ പങ്കുചേരണം, ഗാന ശുശ്രൂഷയിൽ പങ്കുചേരണം എന്നുള്ള ആ താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ ഈ വന്നു ചേർന്ന മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഒന്നാമതിരിക്കുന്ന ആൾ മുതൽ അവസാനം ഇരിക്കുന്ന ആൾ വരെ ഈ ശബ്ദപരിധിക്കുള്ളിലിരുന്ന വീട്ടിലിരുന്ന ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ അറിയുന്നുവല്ലോ, അവിടെ വേദനകൾ അറിയുന്നുവല്ലോ, അവിടെ നൊമ്പരങ്ങൾ അറിയുന്നുവല്ലോ, അവിടെ രോഗങ്ങൾ അറിയുന്നുവല്ലോ, അവിടെ കടഭാരം അറിയുന്നുവല്ലോ, എല്ലാം അറിയുന്ന ദൈവമേ, എല്ലാ വിഷയങ്ങളും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമേറെ നന്മയോടുകൂടെ ഈ പ്രാർത്ഥന വളരെ ശക്തമായിട്ട് കൊണ്ടുപോകുവാൻ അവിടുന്ന് സഹായിക്കണമേ. ധാരാളം ആൾക്കാർ ഈ നന്മയുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പേരിനോ പെരുമയ്ക്കോ അല്ല കർത്താവേ, അവിടുന്ന് നൽകിയിരിക്കുന്ന താലന്തുകൾ ഞങ്ങൾ ദൈവതിരുസനെ പ്രോജ്വലിപ്പിക്കുമ്പോൾ ഈ ഇടവയ്ക്ക്, ഈ ദേശത്തിന് ഇത് അനുഗ്രഹകരമായി മാറണമേ. തമ്പുരാൻ നൽകിയ കഴിവുകളും തമ്പുരാൻ നൽകിയ താലന്തുമേ ഉള്ളൂ, അവിടുന്ന് നൽകിയ നൽവരങ്ങളേ ഉള്ളൂ. ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഇവരുടെയൊക്കെ തലയായി നിന്നുകൊണ്ട് ദൈവതിരുസനെ യാചന അർപ്പിക്കുമ്പോൾ ആ പൗരോഹിത്യ അധികാരത്തിനും അവകാശം വെച്ചുകൊണ്ട് നിന്റെ സന്നിധിയെ യാചിക്കും.
സഹായിക്കുമ്പോൾ ദൈവമായ കർത്താവേ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ബലവും എല്ലാവർക്കും നൽകി സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അവിടുന്ന് നിറയ്ക്കണമേ. കൂടി വരവനെ വാഴ്ത്തണമേ. അല്പമായി അധികമായി സഹായിക്കുന്ന കരങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. വാങ്ങിപ്പോയിരിക്കുന്നവരെ എമ്പങ്ങളെ പർദീസയിൽ ചേർക്കണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവും വായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ആയത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് ദൈവത്തിരുസന്നിധിയിൽ ഗാനങ്ങൾ ആലപിച്ച് 3 പ്രാവശ്യം ദൈവത്തിരുസന്നിധിയിൽ മുട്ടുകുത്തി നമുക്ക് നമസ്കരിക്കുകയും ചെയ്യും. ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും